ഹായ് ഹലോ നമസ്കാരം. അമ്പു ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് വന്നിരിക്കുന്നത് ലേസി സ്റ്റിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാൻഡിന്മേൽ ഇത് ചെറിയ ഹാൻഡാണ്, അതിന്മേൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പഴയ ചുരിദാറാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിൽ കണ്ട ലേസി സ്റ്റിച്ചാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. പിന്നെ സ്റ്റെം സ്റ്റിച്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ കഴുത്തിന് ഏത് നെക്കായാലും നമുക്ക് ചെയ്യാം. സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റെം സ്റ്റിച്ചിൻ്റെ വീഡിയോ ഉണ്ട്, ലേസിയുടെ വീഡിയോ ഉണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ്. ഇത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 3 പൂ ഇതുപോലെ ലേസി ചെയ്ത ശേഷം ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്ത് ലീഫിന് ആയി നമ്മൾ ലേസിനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരച്ച് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു വര വരച്ച് 3 കുത്തിട്ട ശേഷം വീണ്ടും വരച്ച് അങ്ങനെ കറക്റ്റ് അളവിന് നിങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബാക്കി ഇവിടെ ലീഫുകൾ ലേസി സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കൈമ്മ അത് എങ്ങനെയാണ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ നൂല് കൊണ്ട്, ഇത് ഡബിൾ കളർ നൂലാണ്, പച്ചയും വൈറ്റുമാണ് കേട്ടോ. അതുകൊണ്ട് സ്റ്റെം സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം ആ നൂല് കൊണ്ട് തന്നെ ഈ സ്റ്റിച്ച് ഒരു ലേസി ചെയ്തു. അതിനുശേഷം റെഡ് നൂലെടുത്ത് ഇടയിൽ കൂടി ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചുരിദാറിൽ ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയിൽ കുറച്ച് ഏകദേശം ശരിക്കും നമ്മൾ ഇത്തിരി സ്പീഡിൽ ചെയ്ത ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന വർക്കാണ് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തോളാം. ഇതിനേക്കാളും ഭംഗിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ കണ്ട ഈ സൂചി കൊണ്ടാണ് കേട്ടോ അളവെടുക്കണേ. ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ തുന്നി കൊടുക്കാം. ഇതിനോടടുത്ത് തന്നെ കേട്ടോ. ഇവിടെ നമുക്ക് കുത്തിയെടുക്കാം. റിങ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ റിങ്ങിടാതെ ചെയ്യണത്. റിങ്ങിടാതെ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൂല് കട്ട പിടിക്കണ പോലെ തോന്നും കേട്ടോ. ചെറിയ റിങ് മേടിക്കാൻ കിട്ടും. ഞാൻ റിങ് എടുക്കട്ടെ കേട്ടോ. നമുക്ക് ലേസിയുടെ ഇലകൾ തുന്നാം. വലിപ്പമൊക്കെ എല്ലാം ഏകദേശം സെയിം വലിപ്പമായിരിക്കാൻ നോക്കണം കേട്ടോ. താഴെ ഇറക്കി പിന്നെ താഴേന്ന് കുത്തിയിറക്കുന്നേറ്റും നല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പുറത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, താഴേക്ക് കുത്തിയിറക്കിയ ശേഷം ഇപ്പുറത്തേക്ക് കുത്തിയെടുത്താൽ മതി. അങ്ങനെ കുത്തിയെടുത്ത ശേഷം താഴേന്ന് വീണ്ടും കുത്തി എടുക്കേണ്ടി വരും. കണ്ടോ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എടുക്കുക അങ്ങനെ. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ വേഗം തുന്നി എടുക്കാം. നല്ല ഭംഗിയിലൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ സമയമൊക്കെ കൂടുതലെടുക്കും കേട്ടോ.
കണ്ടോ, ഒരു ലീഫ് നമ്മൾ തുന്നിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് 3 ഇതുപോലത്തെ 3 പൂവുകൾ നമുക്ക് തുന്നി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കയ്യിന് കണ്ടോ, കയ്യിന് ഇതിൻ്റെ ഇടയിൽ നമുക്ക് റെഡ് ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഫുൾ ഞാൻ കാണിക്കാം. ഇനി അടുത്തൊരു നെക്ക് ഡിസൈൻ വീഡിയോ കാണുമ്പോഴേക്കും ബൈ.